എഡ്യൂക്കേഷൻ എൻകൗണ്ടറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാരതിയാർ സർവകലാശാലയ്ക്ക് തുല്യത നൽകിയ എം ജി സർവകലാശാല 2015-16 അക്കാഡമിക് ഇയറിൽ ഭാരതിയാറിൽ പഠിച്ചവർക്കാണ് എം ജി തുല്യത നൽകി വരുന്നത്. എം ജി സർവകലാശാല തന്നെ പറഞ്ഞ തെളിവാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വിഷയം 2015 മുതൽ 22 വരെയുള്ള പ്രവേശന വർഷങ്ങളിൽ ഭാരതിയാർ സർവകലാശാലയുടെ വിദൂര വിദ്യാഭ്യാസ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കോഴ്സുകൾക്ക് പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് എലിജിബിലിറ്റി ഇക്വലൻസി നൽകിയത് നിർത്തിവെക്കുന്നത് സംബന്ധിച്ചുള്ള പരാതി. 2015 മുതൽ 2022 വരെയുള്ള പ്രവേശന വർഷങ്ങളിൽ ഭാരതിയാർ സർവകലാശാലയുടെ വിദൂര വിദ്യാഭ്യാസ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കോഴ്സുകൾക്ക് പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് എലിജിബിലിറ്റി ഇക്വലൻസി സർട്ടിഫിക്കറ്റ് നൽകുന്നത് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ഉള്ള അപേക്ഷ. സൂചന 2. കേരള സർക്കാർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉത്തരവ് പ്രകാരം UGC ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് റെഗുലേഷൻ 2017 അനുസൃതമായി ഓപ്പൺ വിദൂര വിദ്യാഭ്യാസത്തിലൂടെ നേടിയ ബിരുദങ്ങൾ സർവകലാശാലയ്ക്ക് അംഗീകരിക്കുന്ന പ്രസ്തുത റെഗുലേഷൻ നിലവിൽ വരുന്നതിന് മുമ്പ് ഓപ്പൺ വിദൂര വിദ്യാഭ്യാസത്തിലൂടെ നേടിയ ബിരുദങ്ങളുടെ തുല്യത, അംഗീകാരം എന്നിവയുടെ കാര്യത്തിൽ അതിന് സർവകലാശാലയ്ക്ക് തീരുമാനം എടുക്കാമെന്ന് വ്യക്തമാക്കുന്നു. ഈ ഉത്തരവ് മഹാത്മാഗാന്ധി സർവകലാശാല നടപ്പിലാക്കി. സൂചന 3 പ്രകാരം സർവകലാശാല ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്ന ഈ സർവകലാശാല ഉത്തരവ് പ്രകാരം 2017 പ്രകാരം മുതൽ UGC ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ അംഗീകാരമുള്ള വിദൂര കോഴ്സുകളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ക്രമപ്രകാരം അപേക്ഷ സമർപ്പിച്ച് മുറയ്ക്ക് മാത്രമേ എലിജിബിലിറ്റി ഇക്വലൻസി നൽകുന്നുള്ളൂ. 2015-2016 പ്രവേശന വർഷങ്ങളിൽ ഭാരതിയാർ സർവകലാശാലയുടെ വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾക്ക് പ്രവേശനം നേടിയ വിദ്യാർത്ഥികളുടെ എലിജിബിലിറ്റി ഇക്വലൻസി സർട്ടിഫിക്കറ്റുകൾ നിർത്തിവെക്കണമെന്നുള്ള പരാതി ഈ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലവിൽ പരിഗണിക്കാൻ കഴിയില്ലെന്ന് അറിയിക്കുന്നു അസിസ്റ്റന്റ് രജിസ്ട്രാർ. ഇങ്ങനെയാണ് എം ജി സർവകലാശാല പറയുന്നത്. 2015-16 അക്കാഡമിക് ഇയറിൽ പഠിച്ച ഭാരതിയാറിലുള്ളവരുടെ തുല്യത നിർത്താൻ സൗകര്യമില്ലെന്ന്. 2015-16 അക്കാഡമിക് ഇയറിലെ കാര്യം പറയുമ്പോൾ 2017 കുറേ റെഗുലേഷൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് എം ജി സർവകലാശാല ഇരിക്കുന്നത്. ഇവർക്ക് അറിഞ്ഞുകൂടാത്ത UGC റെഗുലേഷനും കോടതി വിധിയും ഞാൻ ഇതിൽ പറയാം. 2017 ഹിന്ദു ന്യൂസിൽ വന്ന വാർത്തയാണ് ഭാരതിയാർ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച്. അതാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭാരതിയാർ സർവകലാശാലയെക്കുറിച്ച് 12/8/2022 പറഞ്ഞ UGC പറഞ്ഞ വിവരാവകാശ രേഖയും കൂടുതൽ കാണിക്കുന്നുണ്ട്. 2022 വിവരാവകാശത്തിൽ UGC വ്യക്തമായിട്ട് പറയുന്നു, 2014-15 അക്കാഡമിക് ഇയറിൽ മാത്രമേ അംഗീകാരം നൽകിയിട്ടുള്ളൂ ഭാരതിയാറിനെന്നും 2015 മുതൽ 2022 വരെ UGC അംഗീകാരം നൽകിയിട്ടില്ല എന്നും, അതേപോലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും സ്റ്റഡി സെൻറ്റർ UGC ചട്ടം ലംഘിച്ച് ഭാരതിയാർ സർവകലാശാല നടത്തിയിട്ടുണ്ടെന്നും UGC വ്യക്തമാക്കിയിട്ടുണ്ട് വിവരാവകാശ രേഖയിൽ. ഇനി ഭാരതിയാർ സർവകലാശാലയുടെ സ്റ്റഡി സെൻറ്ററിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ടത് 2015-16 അക്കാഡമിക് ഇയറിലുള്ള സ്റ്റഡി സെൻറ്ററിൻ്റെ ലിസ്റ്റാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2015 എവിടെയൊക്കെയാണ് ഭാരതിയാറിൻ്റെ സ്റ്റഡി സെൻറ്റർ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യം കേരളത്തിൽ നിന്ന് തുടങ്ങാം. കേരളത്തിൽ സ്റ്റഡി സെൻറ്റർ ഉണ്ടായിരുന്നത് കാലിക്കട്ട്, കൊച്ചി, ഇരിഞ്ഞാലക്കുട, കാഞ്ഞിരപ്പള്ളി, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, തിരുവനന്തപുരം. ഇനി അടുത്ത സംസ്ഥാനങ്ങൾ പറയണ്ടേ. ഹൈദരാബാദ്, ബാംഗ്ലൂർ, അഹമ്മദാബാദ്, ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ഒറീസ ഇവിടെയൊക്കെയാണ് 2015 ഭാരതിയാറിൻ്റെ സ്റ്റഡി സെൻറ്റർ ഉള്ളത്. ഇനി 2016 ഭാരതിയാറിൻ്റെ സ്റ്റഡി സെൻറ്ററിനെ പറ്റി നമുക്ക് നോക്കാം. കേരളത്തിലെ സ്റ്റഡി സെൻറ്റർ ഇവയാണ്: ആറ്റിങ്ങൽ, കാലിക്കട്ട്, കൊച്ചി, ഇരിഞ്ഞാലക്കുട, കാഞ്ഞിരപ്പള്ളി, കൊല്ലം, മലപ്പുറം, പെരിന്തൽമണ്ണ, മാവേലിക്കര, പാലക്കാട്, തൊടുപുഴ, തൃശ്ശൂർ, തിരുവനന്തപുരം, കുറവിലങ്ങാട്, കണ്ണൂർ, പത്തനംതിട്ട, ചങ്ങനാശ്ശേരി. ഇനി മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ഭാരതിയാറിൻ്റെ സ്റ്റഡി സെൻറ്റർ നോക്കാം. കേരളം വിട്ടുള്ളത് ബാംഗ്ലൂർ, ഗുൽബർഗ, ആന്ധ്രാപ്രദേശ്, ഹൈദരാബാദ്, നെല്ലൂർ, അഹമ്മദാബാദ്, വിജയവാഡ, സിക്കന്ദരാബാദ്. നോർത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഡൽഹി, ഗോവ, ജയ്പൂർ, കൊൽക്കത്ത, മുംബൈ, ഒറീസ, സൂൾ, നോയിഡ, ഹിമാചൽ പ്രദേശ്, മെഡിൻപൂർ, ആസാം, ദുബായ്, സൗദി അറേബ്യ, നേപ്പാൾ ഇവിടെയൊക്കെയാണ് ഭാരതിയാറിൻ്റെ 2016 സ്റ്റഡി സെൻറ്റർ ഉള്ളത്. ഇനി മദ്രാസ് ഹൈക്കോടതി ജനുവരി 2023 26-ാം തീയതിയിൽ പറഞ്ഞ ജഡ്ജ്മെൻറ്റ് ഹിന്ദു പത്രത്തിൽ വന്ന വാർത്തയെക്കുറിച്ചാണ് ഞാനിപ്പോൾ വീഡിയോയിൽ പറയുന്നത്. അതൊന്ന് എല്ലാവരും ശ്രദ്ധിച്ച് നോക്കും. മദ്രാസ് സർവകലാശാല, ഭാരതിദാസൻ സർവകലാശാല, പെരിയാർ സർവകലാശാല, ഭാരതിയാർ സർവകലാശാല എന്നിവയും മറ്റും 2015-16 സമർപ്പിച്ച റിട്ട് ഹർജിക്കാരുടെ
ഒരു കൂട്ടം ജസ്റ്റിസുമാരായ സുബ്രഹ്മണ്യനും കെ കുമരേഷ് ബാബുവും തള്ളി. എന്നിട്ട് കോടതി ഇങ്ങനെ പറഞ്ഞു: വിദൂര വിദ്യാഭ്യാസ കോഴ്സുകളുടെ നടത്തിപ്പിന് UGC ഏർപ്പെടുത്തിയ പ്രാദേശിക നിയമങ്ങൾ പോലും ചെയ്ത് 2015-16 മദ്രാസ് സർവകലാശാല, ഭാരതിദാസൻ സർവകലാശാല, പെരിയാർ സർവകലാശാല, ഭാരതിയാർ സർവകലാശാല എന്നിവയും മറ്റും സമർപ്പിച്ച റിട്ട് ഹർജികൾ ജസ്റ്റിസുമാരായ ആർ സുബ്രഹ്മണ്യനും കെ കുമരേഷ് ബാബുവും തള്ളിക്കളഞ്ഞു. UGC നിയമത്തിലെ സെക്ഷൻ 26 പ്രകാരം UGCക്ക് നൽകിയിട്ടുള്ള അധികാരങ്ങൾ വിനിയോഗിച്ച് ചട്ടങ്ങൾ രൂപീകരിച്ചു കഴിഞ്ഞാൽ അത് നിലനിൽക്കും. സംസ്ഥാന സർവകലാശാലകൾ സംസ്ഥാനത്തിന് പുറത്ത് പ്രവർത്തിക്കുന്നത് തടയാൻ UGCക്ക് അധികാരമുണ്ട്. ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. കോടതി ഇതിൽ എടുത്തു പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ് പറയാം. ഈ സർവകലാശാലകൾക്ക് സംസ്ഥാനത്ത് പുറത്തു നിന്നുള്ള വിദ്യാർത്ഥികളെ ചേർക്കാൻ കഴിയില്ലെന്ന് ഞങ്ങൾ നിർദ്ദേശിക്കുന്നില്ല. എന്നാൽ അവയുടെ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് പുറത്തേക്ക് വ്യാപിക്കാൻ കഴിയില്ല എന്നും കോടതി വ്യക്തമാക്കി. ഇതിലൊരു പ്രധാന പോയിന്റ് എടുത്തു പറയാനുള്ളത് അണ്ണാമല യൂണിവേഴ്സിറ്റി ഈ കേസിൻ്റെ ഭാഗമല്ല എന്നുള്ളതാണ്. ഭാരതിയാർ യൂണിവേഴ്സിറ്റിയും മറ്റ് സർവകലാശാലയാണ് ഈ കേസിലുള്ളത്. ഇനി നമുക്ക് ഭാരതിയാറിൻ്റെ ടെറിട്ടോറിയൽ ജൂറിസെക്ഷൻ എവിടെയെന്ന് നോക്കാം. ഈറോഡ്, കോയമ്പത്തൂർ, തിരുപ്പൂർ ഭാഗത്ത് മാത്രമേ ഭാരതിയാറിൻ്റെ ജൂറിസെക്ഷനുള്ളൂ. മറ്റു സംസ്ഥാനങ്ങളിലൊന്നും ഭാരതിയാറിൻ്റെ സ്റ്റഡി സെൻ്ററോ മറ്റ് സംസ്ഥാനങ്ങളിൽ സ്റ്റഡി സെൻ്ററോ ഫ്രാഞ്ചൈസികളോ ഒന്നും പാടില്ല. ഒന്നുകൂടെ പറയാം, കോയമ്പത്തൂർ, ഈറോഡ്, തിരുപ്പൂർ ഭാഗത്ത് മാത്രമേ ഭാരതിയാറിൻ്റെ ടെറിട്ടോറിയൽ ജൂറിസെക്ഷൻ UGC പറഞ്ഞിരിക്കുന്ന ടെറിട്ടോറിയൽ ജൂറിസെക്ഷൻ പരിധിയുള്ളൂ. മറ്റു സംസ്ഥാനങ്ങളിൽ ഉള്ളതല്ല. സുപ്രീം കോടതിയിൽ ഇപ്പോൾ കേസ് നിലനിൽക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് ഭാരതിയാർ സർവകലാശാല. 16/2023 ഡയറി നമ്പർ. സുപ്രീം കോടതി വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും. കോടതിയിൽ ഫൈനൽ വിധി പോലും വരാത്ത സാഹചര്യത്തിൽ ഇപ്പോഴും MG സർവകലാശാല 2015-ലും 16-ലും തുല്യത കൊടുക്കുന്നു എന്ന് പറയുന്നത് എന്ത് യുക്തിയാണുള്ളത്? സുപ്രീം കോടതി വെബ്സൈറ്റിൽ ഡയറി നമ്പർ അടിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് ഭാരതിയാർ സർവകലാശാല ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാം. അതേപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, 2023 UGC തന്നെ തെളിവോടെ പറഞ്ഞ ഒരു കാര്യമാണ്. സുപ്രീം കോടതിയിൽ ഞങ്ങൾ ഭാരതിയാറിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. കേസ് നമ്പർ 16/604/2023 SLP ആണ് ഫയൽ ചെയ്തിരിക്കുന്നത്. 2015 മുതൽ 22 വരെ ഭാരതിയാറിന് അംഗീകാരം ഇല്ലാത്തതുകൊണ്ടാണ് കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് UGC പറഞ്ഞ രേഖയാണ് ആ 2023 ആ നോട്ടീസ്. അത് ഞാൻ മുമ്പ് എൻ്റെ പല വീഡിയോകളിലും 2015-നും 2016-നും MG സർവകലാശാല തുല്യത കൊടുക്കുന്നുണ്ടെന്നാണ് തെളിവോടെ MG സർവകലാശാല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ UGC ചട്ടലംഘനമല്ലേ നടക്കുന്നത്? UGC അംഗീകാരമില്ലെന്ന് UGC തന്നെ ഭാരതിയാറിന് പറയുന്നുണ്ട്. സുപ്രീം കോടതിയിൽ കേസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് തെളിവും ഇപ്പോഴും നിലനിൽക്കുന്നതാണ്. ഇതിൻ്റെ ഇടയ്ക്കാണ് 2015-നും 2016-നും ഭാരതിയാറിന് MG സർവകലാശാല തുല്യത കൊടുത്ത് സഹായിക്കുന്നത്. ഇത് UGC ചട്ടലംഘനമാണ്, കോടതി അലക്ഷ്യമാണ്. കോടതിയിൽ കേസിരുന്നിട്ട് വിധി വരാത്ത ഒരു സർവകലാശാലയുടെ കാര്യത്തിലും ഇവിടുത്തെ കേരളത്തിലെ സർവകലാശാലകൾക്ക് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല. അത് കോടതിയാണ് തീരുമാനിക്കുന്നത്. UGC ചട്ടം ലംഘിച്ചു എന്നും 2015 മുതൽ 22 വരെ തുല്യത കൊടുത്തു എന്നും കാലിക്കറ്റ് സർവകലാശാല തന്നെ സമ്മതിച്ച് ഓർഡർ ഇറക്കിയിട്ടുണ്ട്. ഇനി തൊട്ട് ആർക്കും ഭാരതിയാർ ഉൾപ്പെടെ ഇതര സർവകലാശാലകൾക്ക് തുല്യത കൊടുക്കില്ലെന്നും കാലിക്കറ്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ MG സർവകലാശാല പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ 2015-നും 16-നും തുല്യത കൊടുക്കും. ആര് പരാതി തന്നാലും ഞങ്ങൾ കേൾക്കില്ല. ഇനി UGC ഒന്ന് പറഞ്ഞാലും കോടതി വന്നാലും ഞാൻ കേൾക്കില്ല എന്നാണ് MGയുടെ രീതി. അപ്പം ഞങ്ങൾ പറയുന്നത് സുപ്രീം കോടതിയിൽ കേസ് ഇരിക്കുന്നു, UGC അംഗീകാരമില്ല. എന്നിട്ട് ഈ MGയുടെ നിലപാട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്? കോടതിയെയും UGCയെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് MG സർവകലാശാല 15-നും 16-നും തുല്യത നൽകുന്നത്.